ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ കുറച്ച് ദിവസത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പ് ഓണായി. എല്ലാവരും ഷൂസൊക്കെ കെട്ടി വണ്ടി കയറി യാത്ര തുടങ്ങി. റോഡ് പണി മോശമായതുകൊണ്ട് യാത്ര ബോറായിരിക്കും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാ ഞങ്ങളുടെ അപ്പൂപ്പൻ പണിത പാലെത്തിയത്. ഈ പാലെത്തുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. കാരണം എന്താ, ഈ പാലമണ ഞങ്ങളുടെ അപ്പൂപ്പനാണ്. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എടുത്തു. അതിമനോഹരമായ ചീയപ്പാറ വാട്ടർഫോൾസ്. മൂന്നാറ് പോകുന്ന എല്ലാവരും ഈ വാട്ടർഫോൾസ് കണ്ടിട്ടായിരിക്കും എന്തായാലും പോകുന്നുണ്ടാവുക. അതും കണ്ട് അവിടെ വന്ന് കുറച്ചു നേരം ചളി അടിച്ച് തിരിച്ച് കാറിലേക്ക് പോകാൻ നേരത്ത അഡ്വഞ്ചർ സ്പോർട്സിന്റെ ഈ നോട്ടീസ് കിട്ടിയത്. വ്ളോഗർ ഓക്കെ പറഞ്ഞെങ്കിലും സ്പോൺസർ അതിവിദഗ്ധമായി കൈയൊഴിഞ്ഞു. അതിന്റെ സങ്കടം അഭിനയിച്ചു തീർക്കുന്ന കുട്ടപ്പനും അടുത്ത് നിന്ന് പുച്ഛം വിതറുന്ന ദബോയും. അങ്ങനെ അഭിനയൊക്കെ കഴിഞ്ഞ് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറി. അതൊരു നല്ല ചായ ആയിരുന്നു. പിന്നെ ചായ കുടിക്കുക പോലും ചെയ്യാണ്ട് ചേട്ടായി പറഞ്ഞു നല്ലതാണ്. കൊണ്ടുവന്ന കുട്ടപ്പന്റെ കൈയും പൊള്ളിയിട്ടുണ്ടായി. അങ്ങനെ ചായയൊക്കെ ആസ്വദിച്ച് കുടിച്ച് അവിടെ നിന്ന് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ പോയത് കൽപ്പവല്ലി വാട്ടർഫോൾസിലേക്കാണ്. മൂന്നാറ് പോകുന്ന വഴിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വെള്ളച്ചാട്ടം. ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണെങ്കിലും നല്ല ഭംഗിയാണ് അവിടെ. ഞങ്ങൾ എല്ലാവരും അവിടെ ഇറങ്ങി കാലൊക്കെ ഒന്ന് നനച്ച് നിയോപ്പനും ഇറക്കി. നിയോപ്പനും ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞു പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടം മാത്രമല്ലല്ലോ, നമ്മുടെ മൂന്നാറിന്റെ സ്വന്തം തേയിലത്തോട്ടങ്ങളായിരുന്നു. പിന്നെ അങ്ങോട്ട് കണ്ടപ്പോൾ തന്നെ ഒന്ന് തേയില നുള്ളാൻ വരെ എനിക്ക് തോന്നി. പക്ഷെ വിശപ്പ് കാരണം നമ്മൾ നേരെ അലിബാബയിലേക്ക് വിട്ടു. അവിടെ ചെന്ന് നല്ല ചിക്കൻ ബിരിയാണിയും കേർഡ് റൈസും ഫ്രൈഡ് റൈസും ഒക്കെ ഓർഡർ ചെയ്തു. നല്ല വിശപ്പായതുകൊണ്ട് ഫുഡൊക്കെ എല്ലാവരും നന്നായിട്ട് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് നമ്മുടെ സ്റ്റേയിലേക്കാണ്. പോകുന്ന വഴിക്കായിരുന്നു ഗ്യാപ്പ് റോഡ്. നല്ല തേയിലത്തോട്ടങ്ങളും മലകളും മരങ്ങളും പോരാത്തതിന് നല്ല കാറ്റും. ആ കാറ്റൊക്കെ ആസ്വദിച്ച് നേരെ നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് പോയി. ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നല്ല ഒന്നാന്തരം ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു. അതും കുടിച്ച് നമ്മൾ നേരെ റിസോർട്ടിന്റെ ഉള്ളിലേക്ക് കയറി. സിയന്ന വില്ലേജിലായിരുന്നു നമ്മുടെ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിയന്ന വില്ലേജിലെ വിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.